ഇന്നത്തെ വാർത്താകേന്ദ്രം തൃശ്ശൂർ തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ കരുവന്നൂരിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് റോഡിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ആംബുലൻസ് തകരാറിലായതോടെ മറ്റൊരു ആംബുലൻസ് സ്ഥലത്തെത്തിച്ചാണ് രോഗി ആശുപത്രിയിലേക്ക് മാറ്റിയത്. കരുവന്നൂർ ചെറിയ പാലം മേഖലയിലെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, ഇന്നലെയൊക്കെ അതിശക്തമായ മഴ പെയ്തത് കൊണ്ട് തന്നെ പല റോഡുകളും തകർന്ന നിലയിലും പലയിടങ്ങളിലും വെള്ളക്കെട്ടുമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ല കൂടിയാണ് തൃശ്ശൂർ. നിലവിൽ ഈ സംഭവം ഈ റോഡിലെ വെള്ളക്കെട്ട് മൂലം ഉണ്ടായതാണോ? രോഗിയുടെ ആരോഗ്യം ഗുരുതരാവസ്ഥയിലായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് നടരാജ്? ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് തൃശ്ശൂർ കരുവന്നൂരിലാണ്. ഇരിങ്ങാലക്കുട ഭാഗത്താണ് കരുവന്നൂർ ഉള്ളത്. അവിടെ രോഗിയുമായിട്ട് പോവുകയായിരുന്നപ്പോൾ അവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഏറെക്കാലമായി നടക്കുന്നു. ഇത് 3 വർഷമായി ആ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി അവിടെ തന്നെ പല കുഴികളും പ്രശ്നങ്ങളൊക്കെ തുടരുന്നുണ്ട്. ഈ കുഴിയിലാണ് ഈ ആംബുലൻസ് തകർന്നത്. ആംബുലൻസ് കുടുങ്ങിയത്. അതിനുശേഷം ആംബുലൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ആംബുലൻസ് ഓഫായി. അതിലെന്തൊരു എഞ്ചിൻ തകരാറോ പ്രശ്നങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തു. ഈ കുഴികളിൽ വീണതൊരു ആഘാതത്തെ തുടർന്നാണ് ഇത് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. അവർക്കത് മുന്നോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടു. മറ്റൊരു ആംബുലൻസിനെ എത്തിച്ച ശേഷം രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രോഗി ഒരു അടിയന്തര ചികിത്സയ്ക്കായി പോവുകയായിരുന്നു. കരുവന്നൂർ ചെറിയ പാലം മേഖലയിലാണ് ഇത്തരത്തിൽ ഈ അപകടമുണ്ടായത്. അപ്പോൾ ചെറിയ പാലത്തിന് സമീപമുള്ള ആളുകൾ ഉടൻ തന്നെ അവിടെ എത്തുകയും ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. രോഗിയും കൊണ്ട് ആശുപത്രിയിലേക്ക് മറ്റൊരു ആംബുലൻസിൽ പോയി. ഏതാണ്ട് മറ്റൊരു ആംബുലൻസിൽ വന്നു കൊണ്ടുപോകാനുള്ളൊരു സമയം അവിടെ പാഴായി എന്നുള്ളതും സത്യമാണ്. രോഗിക്ക് ഗുരുതര പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലാണ് റോഡുകളുടെ സ്ഥിതി. നേരത്തെ റിപ്പോർട്ട് ചെയ്ത മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ സ്ഥിതിയിലും നീണ്ട ക്യൂ ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിൽ റിപ്പോർട്ട് ചെയ്താണ്. അവിടെയും പല ആംബുലൻസുകളും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. മറ്റെന്ത് അത്യാവശ്യം വന്നാലും നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അടിയന്തര ചികിത്സയ്ക്കായി പോകുന്ന ആളുകളെ നമുക്ക് എങ്ങനെയാണ് ഗതാഗതക്കുരുക്കിൽ കുടുക്കിക്കിടത്താനാവുക? അത്തരം വലിയൊരു നീതി നിഷേധവും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നടക്കുന്നുണ്ട്. അതിലേക്കൂടി അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടത്. എന്തായാലും ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രിയാണ്.